ഇതാണ് നമ്മൾ പ്രമേഹം ജീവിതശൈലി രോഗമാണെന്ന് പറയാൻ കാരണം. മധുരമുള്ള മൂത്രം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതായത് പ്രമേഹ രോഗികളുടെ മൂത്രത്തിന് എന്തുണ്ടാവും? മധുരം ഉണ്ടാവും. കാരണം എന്താ? അതിന്റെ മറ്റൊരു പേരാണ് വാസോപ്രസിൻ. എന്താണ്? വാസോപ്രസിൻ എന്ന് പറയും. എക്സോ പുറത്തേക്ക്, ബഹിർ, എൻഡോ ഉള്ളിലേക്ക്, അന്തർ. ബാക്കിയുള്ള ഭാഗം നോക്കിയ രണ്ടിടത്തിലും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോർമോണുകളെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. കൂടുതൽ കൺഫ്യൂസിങ് ഫാക്ട്സുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ മുലപ്പാൽ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളുണ്ട്. പക്ഷെ പലരെ സംബന്ധിച്ച് ഇത് ഒരൊറ്റ ചോദ്യമാണ്. കാരണം ഏത് ചോദിച്ചാലും ഉത്തരം ഏത് പറയും? ഈ പ്രൊലാക്റ്റും പറഞ്ഞേക്കും, അല്ല ചില ആളുകൾ ഈ ഓക്സിറ്റോസിൻ പറഞ്ഞേക്കും. അപ്പോൾ ആ രീതിയിൽ ആണ് പലരും ഉത്തരം ചെയ്യാറ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത് നോക്കിയാൽ നിങ്ങൾ, മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. ഏതാണ്? പ്രൊലാക്റ്റിൻ. ലാക്ടോ, പാലുമായി ബന്ധപ്പെട്ടതല്ലേ? ലാക്ടോ. ഓക്കെ, അപ്പോൾ പ്രൊലാക്റ്റിൻ. ഓക്കെ, മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ്. ദെൻ മുലപ്പാൽ പുറത്തു വരാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ ആണ്. ഉത്തരം മാറി അല്ലേ? മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ആരാണ്? ഓക്സിറ്റോസിൻ ആണ്. ദെൻ മുലപ്പാൽ ഉൽപാദനം നിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ്. അത് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? ഡോപ്പമൈൻ. ഏതാണ്? ഡോപ്പമൈൻ. അപ്പോൾ ഈ 3 പേരെയും പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. ദെൻ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ. ദെൻ മുലപ്പാൽ ഉൽപാദനം നിർത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നത് ആരാണ്? ഡോപ്പമൈൻ. അപ്പോൾ ആ 3 പോയിന്റുകൾ ഓർമ്മിച്ചു വെക്കുക. ദെൻ മറ്റൊരു കൺഫ്യൂസിങ് ഫാക്ടിലേക്ക് പോകാം നമുക്ക്. നിങ്ങൾ ഗോയിറ്റർ അഥവാ സിമ്പിൾ ഗോയിറ്റർ കേട്ടിട്ടുണ്ടാവും. ദെൻ എക്സോഫ്താൽമിക് ഗോയിറ്റർ കേട്ടിട്ടുണ്ടാവും. എന്താണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. ആ വാക്ക് തന്നെ ഉണ്ട്, എക്സോഫ്താൽമിക്. എക്സോ മീൻസ് പുറത്തേക്ക്. എക്സോ കേട്ടില്ലേ? എക്സോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ ഏറ്റവും പുറത്തുള്ള പാളിയാണ്. ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും മുകളിലുള്ള പാളിയാണെന്ത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. എക്സോ മീൻസ് പുറത്ത് എന്നുള്ളതാണ്. എക്സോക്രൈൻ ഗ്ലാൻഡ് കേട്ടില്ലേ? ബഹിർസ്രാവി ഗ്രന്ഥി. അപ്പൊ എക്സോ ഒഫ്താൽമോളജി, കണ്ണുമായി ബന്ധപ്പെട്ട പഠനമാണ്. അപ്പൊ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സോ പുറത്തേക്ക്, കണ്ണ്. ഒഫ്താൽമോളജി കണ്ണ്. അപ്പം കണ്ണ് പുറത്തേക്ക് തള്ളു. ഇതിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്ത്? കണ്ണിങ്ങനെ വൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. ഓക്കെ, അതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? സിമ്പിൾ ഗോയിറ്റർ അഥവാ നമ്മൾ ഗോയിറ്റർ എന്ന് മാത്രം പറയുന്നത് സിമ്പിൾ ഗോയിറ്റർ ആണ്. അത് പൊതുവെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് അയഡിന്റെ കുറവാണ്. സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത് പൊതുവെ എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഗോയിറ്റർ എന്ന് പറയുക. അതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് അയഡിന്റെ കുറവാണ്, അയഡിന്റെ ഡെഫിഷ്യൻസിയാണ്. അയഡിൻ ഡെഫിഷ്യൻസിയാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദെൻ പിന്നെ കാരണമായി വരാവുന്ന വളരെ റയർ കേസുകളിൽ വരുന്നതാണ് സെലിനിയത്തിന്റെ അപര്യാപ്തത. കാരണം ഈ സെലിനിയം എന്തിനാവശ്യമാണ്? അയഡിൻ നിർമ്മാണം. തൈറോയിഡ് ഹോർമോണുകൾ ഉണ്ടല്ലോ, ഈ തൈറോയിഡ് ഹോർമോണുകളുടെ ഒക്കെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകമാണ് അയഡിൻ. അപ്പൊ ഈ അയഡിൻ ഈ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനത്തിന് സഹായിക്കുമ്പോൾ അവിടെ അയഡിന് സഹായകരമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ സെലിനിയം. അതുകൊണ്ട് തന്നെ സെലിനിയത്തിന്റെ ഡെഫിഷ്യൻസിയും ഒരു പരിധിവരെ എന്തിനിടയാക്കാറുണ്ട്? സിമ്പിൾ ഗോയിറ്റർ അഥവാ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ഇടയാക്കാറുണ്ട് എന്നുള്ള ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കുക. പിന്നെ സയനൈഡുകൾ, ചില സയനൈഡ് ബാധകൾ. സയനൈഡുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സോഡിയം സയനൈഡും പൊട്ടാസ്യം സയനൈഡും നല്ല ചിന്തിക്കേണ്ടത്. അതൊക്കെ അപ്പടിക്കാലിയാവുന്ന പരിപാടിയാണ്. അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹൈഡ്രജൻ സയനൈഡ് പോലെയുള്ള സയനൈഡുകളില്ലേ, ഈ മരച്ചീനിയിലൊക്കെ അടങ്ങിയ സയനൈഡാണ് ഈ ഹൈഡ്രജൻ സയനൈഡ്. മരച്ചീനിയിൽ അടങ്ങിയ നേരിയ വിഷാംശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൈഡ്രജൻ സയനൈഡാണ്. അപ്പൊ ഇത്തരം മരച്ചീനി, കസാവ് പോലെയുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ അവിടങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഗോയിറ്റർ വരാറുണ്ട്. അതാണ് ഈ എന്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? ഈ സയനൈഡുകളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്, സയനൈഡ് വിഷബാധ. അപ്പം പൊതുവെ അയഡിന്റെ കുറവാണ്, പിന്നെ സെലിനിയത്തിന്റെ കുറവും ഇടയാക്കാറുണ്ട്. സയനൈഡ് വിഷബാധ കൊണ്ടും എന്ത് വരാറുണ്ട്? സിമ്പിൾ ഗോയിറ്റർ അഥവാ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരാറുണ്ട്. അപ്പൊ അതാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ ഗോയിറ്റർ എന്ന് മാത്രം പറയുന്നത്. ദെൻ എക്സോഫ്താൽമിക് ഗോയിറ്റർ. എന്താണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ പ്രധാനമായിട്ടും തൈറോക്സിന്റെ ഉൽപാദനം കൂടുതലാവുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണെന്ത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ത്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇത് കണ്ടുപിടിച്ച ആളെ പേര് റോബർട്ട് ഗ്രേവ് എന്നാണ്. ഈ രോഗത്തെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചതാരാണ്? റോബർട്ട് ഗ്രേവ് ആണ്. അതുകൊണ്ട് ഈ രോഗം എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഗ്രേവ്സ് ഡിസീസ്. എന്താണ്? ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. അപ്പം സിമ്പിൾ ഗോയിറ്ററും
എക്സോഫ്താൽമിക് ഗോയിറ്ററും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അതേപോലെ തന്നെയാണ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ട്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രമേഹമാണ്. ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. നമ്മൾ ഡയബറ്റീസ് മാത്രം അങ്ങ് പറയാറുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഡയബറ്റീസ് മെലിറ്റസ് ആണ് പ്രമേഹം. അത് ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്, പിന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്. ഓക്കെ, പ്രസവകാലത്ത് ഗർഭകാലത്ത് ഉണ്ടാവുന്ന രോഗമാണ്, ഗസ്റ്റേഷണൽ പീരീഡിൽ ഉണ്ടാവുന്നതാണെന്ത് മൂന്നാമത്തത്. അങ്ങനെ 3 ടൈപ്പ് എന്തുണ്ട് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്. അപ്പൊ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന പ്രമേഹമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ആളാണ് ഗ്ലൂക്കഗോൺ അല്ലെ. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ്. ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ആളാണ് ആര്? ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിന്റെ കുറവായിരിക്കില്ലേ പ്രധാന കാരണം? ഇൻസുലിൻ കുറയുമ്പോൾ എന്ത് ചെയ്യും? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയങ്ങ് പോകും. ഇൻസുലിനാണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ആള്. അപ്പൊ ഇൻസുലിൻ കുറഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. അതാണ് ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത്. ഇതിൽ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. എന്താ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്? അവിടെ ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപാദനം നടക്കാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഇൻസുലിൻ ഉൽപാദനം നടക്കേണ്ടതാണ്. ആ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഇൻസുലിൻ ഉൽപാദനത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്ത്? ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ എന്ത് വിളിക്കാറുണ്ട് നമ്മൾ? ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയും. കാരണം കുട്ടികളിൽ ഉണ്ടാവാറുണ്ട് അല്ലെ ജുവനൈൽ ഡയബറ്റീസ്. അതായത് ജനിച്ചപാടുള്ള കുട്ടികളിൽ ഇങ്ങനെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാവാറുണ്ട്. ഈ നമ്മൾ പഠിക്കുന്ന ടൈപ്പ് 3 ഉണ്ടല്ലോ, ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഡയബറ്റീസ്. അങ്ങനെ ഗർഭകാലത്ത് ഡയബറ്റീസ് ഉണ്ടാകുന്ന അമ്മമാർക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത് വരാനുള്ള സാധ്യത എന്താണ്? കൂടുതലാണ്. അതാണ് നമ്മൾ ഈ പറയുന്ന പ്രമേഹം പാരമ്പര്യമാണെന്ന് പറയുന്ന പ്രമേഹം ഇതാണ്. ഏതാണ്? ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ജുവനൈൽ ഡയബറ്റീസ് എന്ത് പേരിൽ അറിയപ്പെടും? ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈപ്പ് 1 ആണ്. ഇൻസുലിന്റെ അളവ് സ്വാഭാവികമായിട്ട് കുറയുന്ന അവസ്ഥയാണ്. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇനി എന്തുണ്ട്? ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 2 ഇതാണ് നമ്മൾ പ്രമേഹം ജീവിതശൈലി രോഗമാണെന്ന് പറയാൻ കാരണം രണ്ടും കേൾക്കുന്നുണ്ടാവും. പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം അത് അല്ലേ. യെസ്, പ്രമേഹം പാരമ്പര്യമാണെന്ന് പറയുന്നത് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കൊണ്ടാണ് അല്ലെ. അമ്മയ്ക്കുണ്ടെങ്കിൽ അല്ലെ, ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോകും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഗർഭകാലത്ത് പ്രമേഹമുള്ള സ്ത്രീകൾ പ്രസവിക്കുന്ന കുട്ടികളിൽ. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അത് ടൈപ്പ് 1 ഡയബറ്റീസിന്റെ സാധ്യത കൂടുതലാണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജുവനൈൽ ഡയബറ്റീസ്. ദെൻ ടൈപ്പ് 2 ഡയബറ്റീസ് ഇതാണ് എന്ത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡയബറ്റീസ്. ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് അല്ലേ, അതായത് പൊണ്ണത്തടി, അതേപോലെ പുകവലി, ഇങ്ങനെയുള്ള ശീലങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് എന്ത്? ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഇൻസുലിൻ ഉൽപാദനം ഓൾറെഡി ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യുക? നമ്മൾ അതിനേക്കാളും കണ്ടമാന ഭക്ഷണമൊക്കെ അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ അവിടെ ഇൻസുലിൻ്റെ കുറവ് വരികയാണ്. അല്ലെങ്കിൽ അവിടെയുള്ള കോശങ്ങൾക്ക്, നമ്മുടെ ഈ കോശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ഇൻസുലിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അതാണ് എന്ത്? ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ശരീരകോശങ്ങൾ ഇൻസുലിനുമായിട്ട് ശരിയായ രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് എന്ത്? ടൈപ്പ് 2 ഡയബറ്റീസ്. വ്യായാമക്കുറവ്, പൊണ്ണത്തടി, പുകവലി, ഇതൊക്കെ എന്തിനിടയാക്കാറുണ്ട്? ടൈപ്പ് 2 ഡയബറ്റീസിനിടയാക്കാറുണ്ട്. തികച്ചും ഒരു ജീവിതശൈലി രോഗമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് കണക്കാക്കാവുന്നതാണെന്ത്? ടൈപ്പ് 2 ഡയബറ്റീസ്. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് ഗസ്റ്റേഷൻ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ. ഞാൻ പണ്ടേ ഗസ്റ്റേഷൻ എന്ന് പറഞ്ഞ് ശീലിച്ചു വേണ്ട കേട്ടോ. ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. ഗസ്റ്റേഷൻ പീരീഡിലോ അല്ലെ, ഗർഭകാലത്ത് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണ് ഇത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, മൂന്നാമത്തെ ടൈപ്പ്. ഇത് പൊതുവെ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ അങ്ങ് മാറാറുണ്ട്. ഓക്കെ, സ്ത്രീകൾ പൊതുവെ ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അങ്ങ് പോകാറുണ്ട്. ചില ആളുകളിൽ നിലനിൽക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ 3 ടൈപ്പ് ഡയബറ്റീസ് മെലിറ്റസിൽ വരുന്നതാണ്. ദെൻ രണ്ടാമത്തത് എന്താ? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. മറ്റതെന്താ? ഡയബറ്റീസ് മെലിറ്റസ്. ഇതെന്താണ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള മൂത്രം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതായത് പ്രമേഹ രോഗികളുടെ മൂത്രത്തിന് എന്തുണ്ടാവും? മധുരം ഉണ്ടാവും. കാരണം എന്താ? യെസ്, ഷുഗർ ഇങ്ങനെ പോവുകയാണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ മധുരം ഇല്ലാത്തത്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എന്താ? ADH കേട്ടില്ലേ നിങ്ങൾ? ADH അതിന് മറ്റൊരു പേരാണ് വാസോപ്രസിൻ. ADH അഥവാ വാസോപ്രസിൻ, ആന്റി ഡൈയൂറട്ടിക് ഹോർമോൺ. ഡൈയൂറട്ടിക്സ് എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് കൂട്ടുന്ന പദാർത്ഥങ്ങളാണ്. ആന്റി ഡൈയൂറട്ടിക്സ് എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് കുറയ്ക്കുന്ന പദാർത്ഥങ്ങളാണ്. അപ്പൊ ആന്റി ഡൈയൂറട്ടിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ്.
അതിന്റെ മറ്റൊരു പേരാണ് വാസോപ്രസിൻ. എന്താണ്? വാസോപ്രസിൻ എന്ന് പറയും. ADH അഥവാ വാസോപ്രസിൻ. അപ്പൊ ADHന്റെ കുറവ് കൊണ്ട് എന്താണോ സംഭവിക്കുക? മൂത്രത്തിന്റെ അളവ് കുറയ്ക്കുന്നയാളല്ലേ ADH. അപ്പം ADHന്റെ കുറവുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മൂത്രത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അപ്പൊ സാധാരണയിൽ കവിഞ്ഞ് കൂടുതലായിട്ട് മൂത്രം പുറത്തു പോകുന്ന അവസ്ഥ, അതാണ് എന്ത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പം വ്യത്യാസം ഓർമ്മിക്കുക. ഡയബറ്റീസ് മെലിറ്റസ് പ്രമേഹം, ഇൻസുലിന്റെ കുറവാണ്. ദെൻ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്താണ്? ADH അഥവാ വാസോപ്രസിന്റെ കുറവാണെന്നും ഓർത്തു വെക്കുക. ഓക്കെ, യെസ്. ഇനി മറ്റൊരു കൺഫ്യൂസിങ് ഫാക്ട്സിലേക്ക് പോകാം നമുക്ക് ഹോർമോണായിട്ട് ബന്ധപ്പെട്ട്. ഈ സൊമാറ്റോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ട്രോഫോളജി അല്ലെ, എന്താണ്? പോഷണങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ട്രോഫിൻ, ട്രോഫോ എന്നൊക്കെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് പോഷണമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോട്രോഫ് സ്വപോഷി, ഹെട്രോട്രോഫ് എന്താണ്? പരപോഷി. അപ്പൊ ട്രോഫ് എന്ന് കണ്ട എന്താണ്? പോഷണം. ഓക്കെ, യെസ്. നോക്കിയേ ഇവിടെ സൊമാറ്റോ ട്രോഫിൻ അല്ലെങ്കിൽ ട്രോപ്പിൻ, സൊമാറ്റോ ട്രോഫിനുകൾ കോമൺ നെയിം, അതിൽ പ്രധാനിയാണ് സൊമാറ്റോ ട്രോപ്പിൻ. ഓക്കെ, അപ്പൊ സൊമാറ്റോ ട്രോഫിൻ അല്ലെങ്കിൽ സൊമാറ്റോ ട്രോപ്പിൻ. നോക്കിയേ അടുത്ത പേര് നോക്കിയേ, സൊമാറ്റോ സ്റ്റാറ്റിൻ. ഇതൊക്കെ മുറിച്ച് വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടിക്കോളും. സൊമാറ്റോ സ്റ്റാറ്റിൻ. അടുത്ത് നോക്കിയേ, സൊമാറ്റോ ക്രൈനിൻ അഥവാ സൊമാറ്റോ ലിബറിൻ. ഇതിന്റെ പേര് തന്നെ ശരിക്കും എന്തുണ്ട്? ഉത്തരമുണ്ട്. പലരെ സംബന്ധിച്ച് ഇതെന്തൊക്കെയോ വലിയ സംഭവം പോലെയൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ അതൊന്ന് മുറിച്ച് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടി. അപ്പൊ ട്രോഫിൻ, ട്രോഫോ പോഷിപ്പിക്കുക, പോഷണം. സൊമാറ്റോ മീൻസ് ബോഡി എന്നാണ്. സൊമാറ്റോ എന്ന വാക്കിനർത്ഥം എന്താണ്? ബോഡി, ശരീരം എന്നുള്ളതാണ്. അപ്പം സൊമാറ്റോ ട്രോഫിൻ എന്ന് പറഞ്ഞാൽ ശരീരം പോഷിപ്പിക്കുന്ന ആള്, ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ആണ് ആര്? സൊമാറ്റോ ട്രോഫിൻ. മനുഷ്യനിലെ പ്രധാന വളർച്ചാ ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്നത് GH അല്ലെ, ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ, HGH. ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ആരാ? സൊമാറ്റോ ട്രോഫിൻ ആണ്. മനുഷ്യനിലെ വളർച്ചാ ഹോർമോൺ ആണ് ഇത് സൊമാറ്റോ ട്രോഫിൻ. ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? പീയൂഷ ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇത് സൊമാറ്റോ ട്രോഫിൻ. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആളാ. നോക്കി അടുത്തതാ സൊമാറ്റോ സ്റ്റാറ്റിൻ. സ്റ്റാറ്റിക്, നിശ്ചലം. അപ്പൊ എന്തായിരിക്കും? ശരീര വളർച്ച നിശ്ചലമാകുക എന്ന് വെച്ചാൽ ശരീര വളർച്ച നിലയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? വളർച്ച നിലയ്ക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ആര്? സൊമാറ്റോ സ്റ്റാറ്റിൻ. എവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? പാൻക്രിയാസ് ഗ്രന്ഥിയിലും ഹൈപ്പോതലാമസിലുമാണ്. പാൻക്രിയാസ്, ഹൈപ്പോതലാമസ് മുതലായിട്ടുള്ള ഗ്രന്ഥികളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? സൊമാറ്റോ സ്റ്റാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ വളർച്ച നിലയ്ക്കാൻ സഹായിക്കുന്ന ആളുകളാണ് ആര്? സൊമാറ്റോ സ്റ്റാറ്റിൻ. ഇനി അടുത്ത് നോക്കിയേ, സൊമാറ്റോ ക്രൈനിൻ അഥവാ സൊമാറ്റോ ലിബറിൻ. ഒന്ന് വാക്ക് മുറിച്ച് വായിച്ചു നോക്കിയേ, കിട്ടി. ക്രൈനിൻ, എൻഡോക്രൈൻ ഗ്ലാൻഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ എന്താ? അന്തസ്രാവി ഗ്രന്ഥി. എക്സോക്രൈൻ എന്താ? ബഹിർസ്രാവി ഗ്രന്ഥി. അപ്പൊ എക്സോ പുറത്തേക്ക്, ബഹിർ. എൻഡോ ഉള്ളിലേക്ക്, അന്തർ. ബാക്കിയുള്ള ഭാഗം നോക്കിയാൽ രണ്ടിടത്തിലും ക്രൈൻ അല്ലേ ഉള്ളത്? CRINE, ക്രൈൻ, സ്രവിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ സൊമാറ്റോ ക്രൈനിൻ അഥവാ സൊമാറ്റോ ലിബറിൻ എന്ന് പറഞ്ഞാൽ എന്തിനു സഹായിക്കുന്ന ആളാണ്? നമ്മുടെ നേരത്തെ വളർച്ചാ ഹോർമോൺ ഇല്ലേ സൊമാറ്റോ ട്രോപ്പിൻ, അതിന്റെ ഉൽപാദനം അല്ലെ, അത് സ്രവിക്കാൻ സഹായിക്കുന്ന ആളാണ്, അത് പുറത്തുവിടാൻ സഹായിക്കുന്ന ആളാണ്, അതിനെ സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? സൊമാറ്റോ ക്രൈനിൻ അഥവാ സൊമാറ്റോ ലിബറിൻ. സൊമാറ്റോ ട്രോപ്പിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ആളാണ് സൊമാറ്റോ ലിബറിൻ അല്ലെങ്കിൽ സൊമാറ്റോ ക്രൈനിൻ. ഓക്കെ, അതിനെ സ്രവിക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? സൊമാറ്റോ ക്രൈനിൻ അഥവാ സൊമാറ്റോ ലിബറിൻ. എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഹൈപ്പോതലാമസിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ സൊമാറ്റോ ട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ പീയൂഷ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ദെൻ സൊമാറ്റോ സ്റ്റാറ്റിൻ എന്താണ്? സ്റ്റാറ്റിൻ നിശ്ചലം, വളർച്ച നിശ്ചലമാക്കാൻ പാൻക്രിയാസിലും ഹൈപ്പോതലാമസിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ദെൻ സൊമാറ്റോ ക്രൈനിൻ അഥവാ സൊമാറ്റോ ലിബറിൻ എവിടെയാണ്? ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഇതിനെ സ്രവിക്കാൻ സഹായിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ആ രീതിയിൽ ആ ഒരു കൺഫ്യൂഷൻ അവിടെ തീർത്ത് വെക്കുക. ഇനി ഇതേപോലെ നേരെ വിപരീതം കാൽസിട്ടോണിനും അതേപോലെ തന്നെ ആരും പാരാതെർമോണും. കാൽസിട്ടോൺ എന്ത് പഠിക്കുന്നോ അതിന്റെ നേരെ വിപരീതമായിരിക്കും ആര് ചെയ്യുക? പാരാതെർമോൺ അല്ലെ. കാൽസിട്ടോണിന് പാര വെക്കുക എന്നുള്ളതാണ് ആരുടെ പരിപാടി? പാരാതെർമോണിന്റെ പരിപാടി. അപ്പൊ കാൽസിട്ടോണിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പോയിന്റ് പഠിക്കുന്നു അതൊക്കെ നേരെ വിപരീതം ആർക്ക് പഠിക്കും? പാരാതെർമോണിന് പഠിക്കും. ഓക്കെ, എന്താണ് കാൽസിട്ടോണിനെ കുറിച്ച് പഠിക്കേണ്ടത്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ആളാണ് ആര്? കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ആളാണ് ആര്? കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ഓക്കെ,
രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് ഒരു 9 മുതൽ 11 വരെ, പരീക്ഷയിൽ 9 to 10 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 9 മുതൽ 11 വരെ മില്ലിഗ്രാം പെർ 100 മില്ലി ആണ്. 100 മില്ലി ബ്ലഡിൽ 9 മുതൽ 11 വരെ മില്ലിഗ്രാം ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് കാൽസിറ്റോണിൻ. അത് കൂട്ടാൻ സഹായിക്കുന്ന ആളായിരിക്കും അപ്പൊ ആര്? പാരാതെർമോൺ. ആരായിരിക്കും? പാരാതെർമോൺ. ഇപ്പൊ രണ്ടിന്റെയും കൂടെ യോജിച്ച പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു ഏവറേജ് അളവിൽ നിലനിർത്തി പോകുന്നത്. ഓക്കെ, യെസ്. അപ്പം കാൽസിറ്റോണിന്റെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എങ്ങനെ ചോദിക്കാൻ നോക്കിയേ? രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആളല്ലേ കാൽസിറ്റോണിൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് മനസ്സിലാക്കാൻ ഒരു പാടുമില്ലല്ലോ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു എന്ന് വെച്ചാൽ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കലല്ലേ പരിപാടി. അപ്പൊ എവിടെ കൂടി? അസ്ഥികളിൽ കാൽസ്യത്തിന്റെ അളവ് കൂടും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നുണ്ട്, അത് ഓർമ്മിക്കണം കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൂട്ടലാണ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്നതും ആരാണ്? ഈ പറയുന്ന കാൽസിറ്റോൺ ആണ്. അടുത്ത പോയിന്റ് നോക്കിയേ. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനത്തെ തടയുകയും ചെയ്യുന്നുണ്ട്. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് മാറ്റുന്നു. അതോടൊപ്പം അസ്ഥികളിൽ നിന്ന് കാൽസ്യം ഇങ്ങോട്ടേക്ക് വരാതെ നോക്കുകയും കൂടി ആര് ചെയ്യുന്നുണ്ട്? കാൽസിറ്റോൺ. എല്ലാം സംഭവം എന്ത് തന്നെയാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന പരിപാടിയാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? കാൽസിറ്റോൺ ചെയ്യുന്നത്. അതായത് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിക്കാൻ സഹായിക്കുന്നു. ഇനി അസ്ഥികളിലുള്ള കാൽസ്യം ഇങ്ങോട്ട് വരാതെ രക്തത്തിലേക്ക് കലരാതെ സഹായിക്കുന്നതും അങ്ങനെ കലരാതിരിക്കാൻ സഹായിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആരാണ്? കാൽസിറ്റോൺ. അപ്പൊ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. നേരെ വിപരീതം ഓർമ്മിച്ചാൽ മതി? പാരാതെർമോണ് ഓർമ്മിച്ചാൽ മതി. നേരെ വിപരീതം എന്തൊക്കെയാ? പാരാതെർമോൺ എന്ത് ചെയ്യും? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറച്ച ആളല്ലേ കാൽസിറ്റോണിൻ. അപ്പൊ പാരാതെർമോൺ എന്ത് ചെയ്യുന്നു? ഇതൊന്നും പഠിക്കാവൂ, ബാക്കി നേരെ വിപരീതമാണെന്നുള്ള ഓർമ്മിച്ചാൽ മതി. കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. കാൽസിറ്റോണിന്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ദെൻ കാൽസ്യത്തെ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നു. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കല്ലേ ഇയാളുടെ പരിപാടി. അപ്പൊ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കാനുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും രക്തത്തിലേക്ക്. അതായത് കാൽസ്യത്തെ എവിടുന്ന്? വൃക്കകളിൽ നിന്ന്. ആ വൃക്കകളിൽ നിന്ന് അതിന്റെ സമയത്ത് എന്ത് ചെയ്യും? നമുക്കറിയാലോ, ഈ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, വൃക്കകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് പുനരാഗിരണം ചെയ്യാനുള്ളതിന് തീർത്ത് ഇങ്ങോട്ടേക്കും വലിച്ചെടുക്കാൻ ശ്രമിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യത്തെ എവിടെ നിന്ന് വലിച്ചെടുക്കുന്നു? വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യാൻ ആര് സഹായിക്കുന്നു? പാരാതെർമോൺ എന്ന ഹോർമോണ് സഹായിക്കുന്നു. രണ്ടാമത് നോക്കിയേ. അടുത്ത പോയിന്റ് നോക്കിയേ. കാൽസ്യം അസ്ഥികളിൽ സംഭരിക്കുന്നത് തടയുന്നു. എന്ന് വെച്ചാൽ നേരത്തെ നേരെ വിപരീതമല്ലേ. അതായത് ഇവിടെ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിക്കാൻ ആര് ചെയ്യുന്നത്? കാൽസിറ്റോൺ ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചു ചെയ്യുന്നു. അസ്ഥികളിൽ സംഭരിക്കുന്നതിനെ തടയുക എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. കാൽസിറ്റോണിന്റെ കാര്യം ഒരുമിച്ച് അങ്ങ് പഠിക്കുക. എന്നിട്ട് എന്തിലേക്ക് കടക്കുക? പാരാതെർമോണിലേക്ക് കടന്നാൽ മതി. കാൽസിറ്റോൺ എന്ത് ചെയ്യുന്നു? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാൽസിറ്റോണിനാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അധികമുള്ള കാൽസ്യത്തെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ അസ്ഥികളിൽ സംഭരിക്കുന്നു. അതിന് സഹായിക്കുന്നത് കാൽസിറ്റോണിനാണ്. ഇനി അസ്ഥികളിലുള്ള കാൽസ്യം ഇങ്ങോട്ട് കലരാതെ തടയുന്നതും കാൽസിറ്റോണിനാണ്. അപ്പോൾ 3 പോയിന്റ് കിട്ടി. അതേ 3 പോയിന്റ് വിപരീത മാർക്ക് ഇട്ട് ചാമ്പി കൊടുക്കുക. പാരാതെർമോണിനും കൊടുത്തേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ടെറ്റനിയും ടെറ്റനസും. രണ്ട് മാറിപ്പോകുന്ന സംഗതികളാണ്. ടെറ്റനി, ടെറ്റനസ്. ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താണ്? പാരാതെർമോൺ എന്ന ഹോർമോണിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണെന്ത്? ടെറ്റനി. പാരാതെർമോണിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണെന്ത്? ടെറ്റനി. പാരാതെർമോൺ എന്ന ഹോർമോണിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. എന്തിനെയാണ് ബാധിക്കുക? പേശികളെയാണ് ബാധിക്കുക. ടെറ്റനി ബാധിക്കുക എന്തിനെയാണ്? പേശികളെയാണ്. അതേപോലെ ടെറ്റനസും ബാധിക്കുക എന്തിനെയാണ്? പേശികളെയും സന്ധികളെയും ഒക്കെ തന്നെയാണ് എന്തും ബാധിക്കുന്നത്? ടെറ്റനസ് ബാധിക്കുന്നത്. പക്ഷെ ടെറ്റനസ് ഒരു അപര്യാപ്തത രോഗമല്ല. പാരാതെർമോണിന്റെ അപര്യാപ്തത രോഗമാണ് ടെറ്റനി എങ്കിൽ ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഏത്? ടെറ്റനസ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നാണ് അതിന്റെ പേര്. എന്താണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ബാക്ടീരിയയുടെ പേരെന്താ? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. ദെൻ ടെറ്റനി എന്ന് പറയുന്നത് പാരാതെർമോണിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസതാണ്. പക്ഷെ ടെറ്റനി ആയാലും ടെറ്റനസ് ആയാലും രണ്ട് എന്തിനെ ബാധിക്കുന്നുണ്ട്? പേശികളെ ബാധിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ടെറ്റനസ് പേശികളെയും സന്ധികളെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ടെറ്റനസ്. ടെറ്റനസിനെതിരെയാണ് നമ്മൾ എന്തടിക്കുന്നത്? TT അടിക്കുന്നില്ലേ? ടെറ്റനസ് ടോക്സോയിഡ്. TT എന്ന് കേട്ടിട്ടില്ലേ? TT ഒരു മുറിവുണ്ടായാൽ മുറിവിൽ
ആ മുറിവുണ്ടാകുന്നത് ഈ തുരുമ്പൊക്കെ പിടിച്ച വസ്തുക്കൾ കൊണ്ടാണെങ്കിൽ നമ്മൾ ടി ടി അടിക്കും. കാരണം ഈ തുരുമ്പിലൂടെയൊക്കെയാണ് ഈ രോഗാണു നമ്മുടെ രക്തത്തിലേക്ക് എത്തുന്നത്. മുറിവിലൂടെ അല്ലെങ്കിൽ തുരുമ്പിലൂടെ എന്ന് പറയും. അതുകൊണ്ട് ടി ടി അടിക്കുന്നത് ഏത് രോഗത്തിനെതിരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറ്റനസ് ബാധയ്ക്കെതിരെയാണ്. അതാണ് ടെറ്റനസ് ആണ്. ലോക്ജോ രോഗം എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക്ജോ രോഗം അസ്ഥികളെയും സന്ധികളെയും ഒക്കെ ബാധിക്കും അല്ലെ. അതൊക്കെ അനക്കാൻ പറ്റാതെ ജോ ഇവിടെയുള്ള താടിയിലും അവിടെയുള്ള മസിൽസ് ഒക്കെ അനക്കാൻ പറ്റാതെയാവും. അതുകൊണ്ട് ലോക്ജോ ലോക്കായി പോകുന്ന പോലെ ജോ ലോക്കാവും. അതുകൊണ്ട് ലോക്ജോ രോഗം എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? ടെറ്റനസ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അടുത്ത ഒരു ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് കാണാം. ബൈ.